നമസ്കാരം. ബിസിനസ് പോയിന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഒരാൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അതിനുവേണ്ടുന്ന മൂലധനം കണ്ടെത്തുക എന്നുള്ളത്. അന്നേരം അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു ഘടകമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതിയുടെ ലിമിറ്റ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 25 ലക്ഷം രൂപ വരെ ലിമിറ്റ് ഉണ്ടായിരുന്ന ഈ പദ്ധതിക്ക് ഇപ്പോൾ ആ ലിമിറ്റ് 50 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പുതിയ തൊഴിൽ അവസരങ്ങൾ, പുതിയ തൊഴിൽ സംരംഭങ്ങൾ, മൈക്രോ ലെവൽ എൻ്റർപ്രൈസസുകൾ, പ്രോജക്റ്റുകൾ സ്ഥാപിക്കുന്നതിലൂടെ രാജ്യത്തുള്ള തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. അതായത് PMEGP ആപ്ലിക്കേഷന് വേണ്ടുന്ന അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിന് മുകളിൽ വിദ്യാഭ്യാസം ഉണ്ടാവുക, 18 വയസ്സിന് മുകളിൽ പ്രായമുണ്ടാവുക. അതേപോലെ തന്നെ നമ്മൾ ലോണിലേക്ക് ചെല്ലുമ്പോൾ, ഒരു ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു സിവിൽ സ്കോർ മാൻഡേറ്ററി ആയിട്ട് നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഈ പ്രോജക്റ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആവശ്യമായി വരുന്ന ഡോക്യുമെൻറ്റുകൾ, നമ്മൾക്ക് ഈ പറയുന്ന SLC ബുക്കോ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിന് തത്തുല്യമായിട്ടുള്ളൊരു യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡ്, SLC ഉണ്ടെങ്കിൽ അങ്ങനെ അത്തരം സർട്ടിഫിക്കറ്റുകളും അതോടൊപ്പം നമ്മുടെ ഫോട്ടോ, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഡോക്യുമെൻ്ററി സൈഡിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ജാമ്യത്തോടു കൂടിയോ അല്ലെങ്കിൽ ജാമ്യമില്ലാതെയോ നമുക്ക് ഇത്തരം ലോണുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. PMEGP പ്രോജക്റ്റിനെ 2 ഡിവിഷനായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് നഗരപ്രദേശമായിട്ടും 2 ഗ്രാമപ്രദേശമായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നഗരപ്രദേശത്തിൻ്റെ പരിധിയിലേക്ക് വരുന്ന സമയത്ത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും നഗരപ്രദേശത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലയിലുള്ള പ്രോജക്റ്റുകളുടെ പരമാവധി ചിലവെന്ന് പറയുന്നത് നമുക്ക് 50 ലക്ഷമായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് അതിൽ കൂടുതൽ വേണമെങ്കിലും പ്രോജക്റ്റിലേക്ക് പോകാൻ പറ്റും. പക്ഷേ നമുക്ക് 50 ലക്ഷം രൂപയുടെ സബ്സിഡിയും കാര്യങ്ങളുമായിരിക്കും നമുക്ക് അവൈൽ ചെയ്തിട്ട് കിട്ടുക. അന്നേരം നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു മിഷനറിയുടെ സഹായത്തോടു കൂടിയിട്ട് റോ മെറ്റീരിയലിനെ ഒരു പ്രോഡക്റ്റായിട്ട് മാറ്റുന്നതിനെയാണ് നമുക്ക് നിർമ്മാണ പ്രവർത്തനമായിട്ട് പറയാൻ പറ്റുക. അത്തരം പ്രോജക്റ്റുകളിലേക്ക് വരുന്ന സമയത്ത് പേപ്പർ ബാഗ് യൂണിറ്റുകളാവാം, ഹോളോബ്രിക്സിൻ്റെ യൂണിറ്റുകളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളാവാം, അല്ലെങ്കിൽ കറി പൗഡർ യൂണിറ്റുകൾ, അരിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങിയുള്ള യൂണിറ്റുകൾ, അല്ലെങ്കിൽ ഹോളോബ്രിക്സിൻ്റെ നിർമ്മാണം, ഇൻ്റർലോക്ക് നിർമ്മാണം, ചന്ദനത്തിൻ്റെ നിർമ്മാണം, ഇവയെല്ലാം തന്നെ നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ വരെയാണ് നമുക്കിപ്പം പ്രോജക്റ്റിൽ കാണിക്കാൻ കഴിയുക. അതോടൊപ്പം തന്നെ നമുക്ക് ബിസിനസ് സേവന മേഖലകളിൽ, അതായത് അക്ഷയ സെൻറ്ററുകൾ, അല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോജക്റ്റുകളുടെ മാക്സിമം പരിധി എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. അത്രയും പ്രോജക്റ്റ് കോസ്റ്റായിട്ട് നമുക്ക് നിജപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തം പദ്ധതി ചെലവിൻ്റെ തുക ബാങ്കുകൾ നമുക്ക് ടൈം ലോണായിട്ട് നമുക്ക് തരുന്നതാണ്. ബാങ്കുകളിൽ നമുക്ക് ടൈം ലോണായിട്ട് എടുക്കാവുന്നതാണ്. അതേപോലെ പദ്ധതി ചെലവിന് നമുക്ക് അങ്ങനെ പരിമിതികളോ കാര്യങ്ങളോ ഇല്ല. 50 ലക്ഷം രൂപയുള്ള പ്രോജക്റ്റുകൾക്ക് നിർമ്മാണ മേഖലയിലും 20 ലക്ഷം രൂപയുള്ള പദ്ധതികൾ സർവീസ് സെക്ടറുകളിലും നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതിൻ്റെ സബ്സിഡി ആയിരിക്കും നമുക്ക് ലഭിക്കുക. അതേപോലെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ വന്ന ഒരു അപ്ഡേഷനാണ്, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ക്യാബുകൾക്ക് കൂടി നമുക്ക് PMGPയുടെ പരിധിയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്തി നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. സ്കീമിൻ്റെ പുതിയ അപ്ഡേഷൻ പ്രകാരം നമുക്ക് വെജിറ്റേറിയൻ ഹോട്ടലുകൾ ആരംഭിക്കുന്നതിന് നമുക്ക് ലോണിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. വെജിറ്റേറിയൻ ഹോട്ടലുകൾ ആരംഭിക്കുന്നതിനുള്ള സബ്സിഡി നമുക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മിൽക്ക് പ്രോഡക്റ്റുകൾ, അതായത് പാലിൻ്റെ സംസ്കരണത്തിന് വേണ്ടിയിട്ട്, പശുവിനെ വളർത്തി പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന സ്കീം പ്രകാരം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ നമുക്ക് സബ്സിഡിയും കാര്യങ്ങളും അതിൻ്റെ സപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നതാണ്. നിലവിലെ വ്യവസ്ഥകൾ പ്രകാരം PMEGP പദ്ധതി മൂലം നമുക്ക് പൗൾട്രി ഫാമുകൾ ആരംഭിക്കാൻ സാധ്യമല്ല. എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം പൗൾട്രി ഫാമുകൾക്കും നമുക്ക് PMEGP ലോണും അതിൻ്റെ സബ്സിഡിയും ലഭ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഫിഷ് ഫാമുകൾ തുടങ്ങുന്നതിനും ഈ PMEGP പ്രകാരം അപ്ലൈ ചെയ്യാവുന്നതാണ്. നിലവിലെ കാലാവധി, അതായത് നമുക്ക് തിരിച്ചടവിൻ്റെ കാലാവധി 3 വർഷം മുതൽ 7 വർഷം വരെയാണ് നമുക്ക് കാലാവധിയായി ലഭിക്കുക. പുതിയ ഭേദഗതി പ്രകാരം നമുക്ക് റീറ്റെയിൽ ബിസിനസ്സുകളും ഈ പറയുന്ന PMEGP പദ്ധതിയുമായി നമുക്ക് തുടങ്ങാവുന്നതാണ്. നമുക്ക് ഈ PMEGP ലോണിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യുന്നതിലേക്കായി നമ്മൾക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രൈമറി സ്റ്റെപ്പ്. ആ പദ്ധതിയുടെ പ്രോഫിറ്റബിലിറ്റി, അതിൻ്റെ മിഷനറി കോസ്റ്റ്, ഈ പറയുന്ന കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും നമ്മളൊരു കമ്പനിയെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ കമ്പനിയിൽ നിന്ന് നമ്മൾക്ക് അതിനാവശ്യമായ മിഷനറിക്ക് വേണ്ടുന്ന ഒരു കൊട്ടേഷൻ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രൈമറി ആയിട്ട് ചെയ്യേണ്ടുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രോജക്റ്റിൻ്റെ ഫീസിബിലിറ്റി പഠിക്കുക, അതിന് എത്ര കോസ്റ്റ് ആവുന്നുണ്ട്, അതിന് എത്രമാത്രം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആവശ്യമുണ്ട്, ഷെഡ് എത്ര ഏരിയയിൽ നിർമ്മിക്കണം, അതിൻ്റെ റോ മെറ്റീരിയൽ എന്താണ്, ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുകയും
ആ പ്രോജക്റ്റ് റിപ്പോർട്ടുമായി നമ്മൾക്ക് വ്യവസായ വികസന ഓഫീസറെ സമീപിക്കുകയും ആ PMGPയുടെ പോർട്ടലിൽ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആ PMGP പോർട്ടലിൽ നമുക്ക് വേണ്ടുന്ന ഡോക്യുമെൻറ്റുകൾ, ഈ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ, നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡ്, SLC ബുക്ക്, ഫോട്ടോ എന്നിവ ഈ പോർട്ടലിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ആ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഡോക്യുമെൻറ്റിൽ നമ്മളുടേതായ ഒരു സ്കോർ കാർഡുകൾ അതിനകത്ത് വരുന്നതാണ്. നമുക്കതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആ പറയുന്നൊരു സ്കോർ നമുക്ക് വരികയും ഈ പോർട്ടലിൽ നിന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലേക്ക് എത്തുകയായിരിക്കും ചെയ്യുക. അങ്ങനെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നമ്മളെ വിളിക്കുകയും നമ്മൾക്ക് വേണ്ടുന്ന ഒരു ഇൻ്റർവ്യൂ അവർ കണക്ട് ചെയ്യുകയായിരിക്കും ചെയ്യുക. ഇൻ്റർവ്യൂവിന് ശേഷം നമ്മൾ ഈ പറയുന്ന നമ്മുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അവർ തന്നെ നേരിട്ട് ബാങ്കിലേക്ക് അയക്കുകയാണ് ചെയ്യുക. അങ്ങനെ ബാങ്കിലേക്ക് എത്തുമ്പോൾ ബാങ്കിൽ നിന്ന് നമ്മളെ വിളിക്കുകയും നമ്മൾ ബാങ്കിലേക്ക് എത്തി നമ്മുടെ ഡോക്യുമെൻറ്റുകൾ വെരിഫൈ ചെയ്യുകയും ആ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് ശേഷം അവരുടെ തന്നെ സോണൽ ഓഫീസിലേക്ക് അല്ലെങ്കിൽ SBI ആണെങ്കിൽ അതിൻ്റെ റാസ്മെക്കിലേക്ക് പോവുകയും അവിടെ നിന്ന് നമ്മുടെ ഡോക്യുമെൻറ്റ്സുകളെല്ലാം പരിശോധിക്കുകയും നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഫീസിബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അവർ ആ പ്രോജക്റ്റിന് വേണ്ടുന്ന അപ്രൂവൽ തരികയായിരിക്കും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് പ്രോഗ്രാം, EDP ട്രെയിനിങ് പ്രോഗ്രാം, അതായത് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ആ പറയുന്ന ക്ലാസ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുകയും ആ സർട്ടിഫിക്കറ്റ് വാങ്ങി നമ്മൾ ബാങ്കിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു ആവശ്യകത കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാകും. ഈ ട്രെയിനിങ്ങിൻ്റെയും ഈ പറയുന്ന പ്രോജക്റ്റിൻ്റെ ഫീസിബിലിറ്റി അനുസരിച്ചിട്ടാണ് നമുക്ക് ലോണുകൾ സാങ്ഷൻ ചെയ്ത് തരിക. അങ്ങനെ സാങ്ഷൻ ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് ബാങ്കുമായിട്ട് നമുക്ക് ആ ബാങ്കിൻ്റെ ഒരു മൊറട്ടോറിയം പീരീഡ് കൂടി നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. എന്നിട്ട് ഇത്തരം പ്രോജക്റ്റുകളെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിലുകൾ അറിയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്രോജക്റ്റിൻ്റെ ഫീസിബിലിറ്റിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലേക്കായും എല്ലാം കൂടി നിങ്ങൾക്ക് പവർടെക്കിനെ സമീപിക്കാവുന്നതാണ്. ഒരു PMGP ലോണുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും അല്ലെങ്കിൽ അതിനുവേണ്ടി ബാങ്കിനെ സമീപിക്കുന്നതിനും അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഫീസിബിലിറ്റിക്ക് വേണ്ടിയിട്ടും അങ്ങനെയുള്ള ഏത് രീതിയിലുള്ള സഹായങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ചെയ്യാനുള്ള കോൺടാക്റ്റ് ഡീറ്റെയിൽസുകൾ ഞങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം വീഡിയോകൾ കാണുന്നതിലേക്കും ഇതേപോലുള്ള ഇൻഡസ്ട്രിയൽ ലോണുകൾ, മിഷനറികൾ ഇവ പരിചയപ്പെടുന്നതിനേക്കായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇത്തരം പുതിയ അപ്ഡേറ്റുകളുമായി പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാവുന്നതാണ്. താങ്ക് യു. ബൈ.